ഏറെക്കാലം ജാതി സെൻസസിനെതിരെ ശക്തമായ നിലപാടെടുത്ത പാർട്ടിയായിരുന്നു BJP. ഇപ്പോഴിതാ കേന്ദ്ര സർക്കാർ ജാതി സെൻസസ് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ലക്ഷ്യം വരുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ജാതി സെൻസസ് നടത്തിയാൽ ജാതീയമായ പിന്നാക്കാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെട്ടാൽ ഈ പിന്നാക്കാവസ്ഥ മറികടക്കാൻ ആവശ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. കേന്ദ്ര സർവീസിൽ തൊഴിലവസരങ്ങൾ കൂട്ടത്തോടെ നരേന്ദ്രമോദി സർക്കാർ വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും വിവിധ ജാതി വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം എങ്ങനെയാണ്? വിദ്യാഭ്യാസ മേഖലയിൽ ഇവരുടെ പ്രാതിനിധ്യം എങ്ങനെയാണ്? സ്വകാര്യ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ താക്കോൽ സ്ഥാനങ്ങളിൽ ദളിതനും ആദിവാസിക്കും പിന്നാക്കക്കാരനും പ്രാതിനിധ്യമുണ്ടോ? ജിൻഡാൽ യൂണിവേഴ്സിറ്റിയിലും ജിയോ യൂണിവേഴ്സിറ്റിയിലും ദളിതനോ ആദിവാസിയോ പഠിക്കുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണം. ഇതിന് രാജ്യത്ത് സമഗ്രമായ ഒരു ജാതി സെൻസസ് നടത്തണം. ജാതി സെൻസസിനെ ഏറ്റവും ശക്തമായി എതിർത്തിരുന്ന പാർട്ടിയാണ് BJP. കാരണം സത്യസന്ധമായി ജാതി സെൻസസ് നടത്തിയാൽ രാജ്യം ഭരിക്കുന്നത് ഉന്നത കുലജാതരാണെന്ന് ബോധ്യപ്പെടും. ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ജാതിവശാൽ അങ്ങനെ നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുലജാതൻ, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവർ നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. രാജ്യം ഭരിക്കുന്നത് BJP ഭരിക്കുന്നത് RSSനെ ഭരിക്കുന്നത് ഉന്നത കുലജാതർ. ഒരു ദളിതനോ ആദിവാസിക്കോ ഒരു പിന്നാക്കക്കാരനോ ഇന്നുവരെ സംഘപരിവാറിന്റെ സർസംഘ് ചാലക് ആവാൻ സാധിച്ചിട്ടില്ല. VP സിംഗ് സർക്കാർ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കി. അങ്ങനെ രാജ്യത്ത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് കേന്ദ്ര സർവീസിൽ 27% സംവരണം ഏർപ്പെടുത്തി. അന്ന് BJP ശക്തമായി എതിർത്തു. മുന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ചെറുപ്പക്കാരെ ആത്മാഹുതി സമരങ്ങളുമായി തെരുവിലേക്ക് തള്ളിവിട്ടു. രാഷ്ട്രീയമായി സംഘടിക്കുന്ന പിന്നാക്ക വിഭാഗങ്ങളെ മതപരമായി വിഘടിപ്പിക്കുക, ഇതായിരുന്നു BJPയുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തോടെയാണ് അന്ന് LK അദ്വാനി രഥയാത്ര ആരംഭിച്ചത്. രാജ്യം കലാപകലുഷിതമായി. രഥയാത്ര നടത്തിയത് LK അദ്വാനിയാണ്. എന്നാൽ ലക്ഷ്യം പൂർത്തീകരിച്ചത് മോദിയാണ്. മോദി ഭരണത്തിന് കീഴിൽ വളർന്നത് രാജ്യത്തെ കോർപ്പറേറ്റ് ഭീമന്മാരാണ്. അവർക്കിടയിൽ പിന്നക്കക്കാരനില്ല, ദളിതനില്ല, ആദിവാസിയില്ല. കേന്ദ്ര സർവീസിലെ ജോലിയായിരുന്നു പിന്നാക്ക വിഭാഗങ്ങളെയും പട്ടിക വിഭാഗങ്ങളെയും ശാക്തീകരിക്കുന്നതിനായുള്ള ഏറ്റവും വലിയ അവസരം. ഒട്ടേറെ പേർ ഇങ്ങനെ അത്യുന്നതങ്ങളിലെത്തി. എന്നാൽ മോദി ഭരണത്തിന് കീഴിൽ അടിസ്ഥാന വിഭാഗങ്ങളുടെ തൊഴിലവസരങ്ങൾ ഗണ്യമായി വെട്ടിക്കുറച്ചു. പേ ആൻഡ് അലവൻസ് കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് പ്രകാരം 2014 കേന്ദ്ര സർവീസിൽ ആകെ തസ്തിക 40 ലക്ഷം. മോദി ഭരണത്തിന് കീഴിൽ 2025 ഒഴിഞ്ഞുകിടക്കുന്നത് 24%, അഥവാ 9,79,327 തസ്തികകൾ. തസ്തികകളിൽ നിയമനം നടക്കാത്തത് മൂലം പട്ടിക വിഭാഗങ്ങൾക്ക് നഷ്ടമായത് 2,20,348 അവസരങ്ങൾ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യമെടുക്കാം. 2014 ആകെ 17.3 ലക്ഷം തസ്തികകൾ ഉണ്ടായിരുന്നു. നിയമനങ്ങൾ വൻതോതിൽ വെട്ടിക്കുറച്ചു. ഇപ്പോൾ അവശേഷിക്കുന്നത് 14.6 ലക്ഷം തസ്തികകൾ. ഇല്ലാതായത് 2.7 ലക്ഷം നിയമനങ്ങൾ. പട്ടിക വിഭാഗങ്ങൾക്കില്ലാതായത് 60,750 തൊഴിലവസരങ്ങൾ. മോദി ഭരണത്തിന് കീഴിൽ പ്രതിരോധ വകുപ്പിലെ 1.7 ലക്ഷം തസ്തികകളും തപാൽ വകുപ്പിലെ 1.77 ലക്ഷം തസ്തികകളും റവന്യൂ വകുപ്പിലെ 73,000 തസ്തികകളും ആഭ്യന്തര വകുപ്പിലെ 1.28 ലക്ഷം തസ്തികകളും കേന്ദ്ര സായുധ പോലീസിലെ 84,106 തസ്തികകളും അസം റൈഫിൾസിലെ
16,000 തസ്തികകളും ഒഴിഞ്ഞുകിടക്കുകയാണ്. പട്ടിക വിഭാഗങ്ങൾക്ക് നഷ്ടമായത് 1,68,300 നിയമനങ്ങൾ. മോദി ഭരണത്തിന് കീഴിൽ പട്ടികവർഗക്കാർ രാഷ്ട്രപതി കസേരയിലെത്തി. എല്ലാ അധികാരങ്ങളും മോഹൻ ഭാഗവതിലും നരേന്ദ്രമോദിയിലും മാത്രം നിക്ഷിപ്തമായ സംവിധാനത്തിൽ രാഷ്ട്രപതി വെറും ആലങ്കാരിക പദവിയാണ്. ജാതി സെൻസസിനെ ശക്തമായി എതിർത്ത പാർട്ടിയാണ് BJP. ഇപ്പോൾ ഇതാ ജാതി സെൻസസ് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. വരുന്ന സെൻസസിനൊപ്പം ജാതി സെൻസസും നടത്തുമത്രേ. അഥവാ പെട്ടെന്നൊന്നും നടക്കില്ലെന്നുറപ്പ്. പൊതു സെൻസസ് എടുക്കുന്നതോടൊപ്പം ജാതി സെൻസസ് എടുക്കുക എന്നുള്ള നിലപാടാണ് ഞങ്ങൾ നേരത്തെ തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സമയബന്ധിതമായിരിക്കണം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, അറിയാം. ഇപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ബീഹാറിലാണെങ്കിൽ ഈ ജാതി സെൻസസ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭമൊക്കെ നടന്ന സ്ഥലമാണ്. നിതീഷ് കുമാർ അവിടുത്തെ മുഖ്യമന്ത്രി ജാതി സെൻസസ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം സമ്മർദ്ദത്തിൻ്റെ എല്ലാം ഫലമായി കൊണ്ടാണ് ഇപ്പോൾ ജാതി സെൻസസ് കൂടി എടുക്കണം എന്നുള്ള തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് ക്യാബിനറ്റ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ലക്ഷ്യം വരുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയതോടെ ബീഹാർ പിന്നാക്ക രാഷ്ട്രീയത്തിന്റെ തട്ടകമാണ്. അവിടെ ജാതി സെൻസസ് നടപ്പിലാക്കുമെന്ന് വാഗ്ദാനം ചെയ്യാതെ തെരഞ്ഞെടുപ്പിനെ നേരിടാനാവില്ല. കഴിഞ്ഞ മെയ് ദിനത്തിൽ ലോകവ്യാപകമായി തൊഴിലാളികളുടെ വൻ ശക്തി പ്രകടനങ്ങൾ നടന്നു. ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനം നടന്നത് ശ്രീലങ്കയിലാണ്. ശ്രീലങ്ക ഇന്ന് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ കരുത്ത് പ്രകടിപ്പിക്കുന്നതായിരുന്നു ശ്രീലങ്കയിൽ നടന്ന മെയ് ദിന റാലികൾ. ഇത്തവണത്തെ ദേശീയ സർവ്വദേശീയോട് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.